അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് അപ്ഡേറ്റ്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ അപ്ഡേറ്റ് ഭയങ്കര അപ്ഡേറ്റ് തന്നെയാണ്. ഇപ്പോൾ ഖാലിദ് റഹ്മാൻ മമ്മൂട്ടി പടം, ഉണ്ടയ്ക്ക് ശേഷം മമ്മൂട്ടിയും ഖാലിദ് റഹ്മാനും കൂടിയിട്ട് ഒരു പുതിയ സിനിമ വരികയാണ്. പോരാതെ തന്നെ അതിൽ നസ്ലൻ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്യാണ് എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നു. എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നുണ്ട്. അല്ല, ആളെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഭാഗ്യത്തിന് വേണ്ടിട്ട് എവിടെയെങ്കിലും പുള്ളിനെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ മെയിൻ ലീഡിന്റെ പകരം ഇതിങ്ങനത്തെ നന്നായി. കാരണം ഇടയിൽ കുറച്ച് വിമർശനങ്ങൾ ആൾക്ക് വന്നിരുന്നു. അതില് ബാക്കിയുള്ള ആൾക്കാരാണ് ഗോൾ അടിച്ചത്. അതെ, അപ്പോ ഇതൊരു പ്രൊജക്റ്റായി വരികയാണെങ്കിൽ തന്നെ ഇപ്പൊ ടിക്കിടാക്കുടെ കൃഷ്ണ, അപ്പൊ അത് എന്താ ടിക്കിടാക്കാണ്ട് വന്നിട്ട് വേണം അതിന്റെ ഒരു ഇതാണ്. അപ്പൊ അത് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട്. പിന്നെ ഇത് മമ്മൂട്ടി കമ്പനിയിൽ ചെയ്യാൻ പറ്റിയ സിനിമയാണ്. പക്ഷേ ഓൾറെഡി 2 പ്രൊഡക്ഷൻ ഹൗസ് വന്നിട്ടുണ്ട്. ഒന്ന് ക്യൂബ്സ് ആണ്, ഒന്ന് കാവ്യ ഫിലിമാണ്. രണ്ടും വലിയ പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അപ്പൊ എന്തായാലും ഒരു ഗംഭീര പടം തന്നെ ആയിരിക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് പാട്രിയറ്റിന്റെ ഷൂട്ട് ഇപ്പോഴും ഫുൾ സ്വിംഗിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ലാലേട്ടന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ലാലേട്ടൻ ഏത് സിനിമയിലാണ് ഓടി നടന്ന ഒരു സൈഡ് നോക്കി. കാരണം കഴിഞ്ഞ ആഴ്ച ജയിലറിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞിട്ട്. അതെ, തുടക്കത്തിന്റെ ലൊക്കേഷൻ ഇനിയിപ്പോ ഇത് കഴിഞ്ഞ നേരെ ജയിലർക്ക് വീണ്ടും പോകാൻ പോകണം. അപ്പോഴാണ് നമ്മൾ സേതുപതി സന്താനം ജോയിൻ ചെയ്യാറില്ല, ആ ഷെഡ്യൂളിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ലാലേട്ടൻ ഒരു ക്യാമിയോ റോളിനായിട്ട് വന്നതായിരുന്നു. പിന്നെ മമ്മൂക്കൊക്കെ വയ്യാണ്ടായിട്ടാണ് ആ ക്യാരക്ടർ വലുതായത്. അതെ. അടുത്ത് നമ്മുടെ ടോക്സിക് യാഷ് അഭിനയിക്കുന്ന സിനിമയുടെ 100 Days to Go പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ മാർച്ച് 19 റിലീസ് ആവില്ല എന്നുള്ളത്. ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. പക്ഷെ അത് എടുത്തു പറയേണ്ട കാര്യം റിട്ടൺ ബൈ യാഷ് ആൻഡ് ഗീതു മോഹൻദാസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിരുന്നു. അതെ, അതെ. ഗീതു മോഹൻദാസ് എടുത്തു വെച്ച സംഗതിയിൽ യാഷിന് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ട് എന്നുള്ള തരത്തിലൊരു വാർത്ത വന്നിരുന്നു. ഇപ്പോ റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗീതു മോഹൻദാസ് മാറിയിട്ട് യാഷിന്റെ പേരും കൂടി റിട്ടേണിൽ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതും അതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. അപ്പൊ എന്തായാലും സിനിമ റിലീസ് ആവുന്ന കൺഫേം. സിനിമ കറക്റ്റ് ഡേറ്റിന് റിലീസ് ആയത്. അടുത്ത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 മലയാളം വെബ് സീരീസിന്റെ അടുത്ത സീസണുകളുടെ കാര്യം കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഒന്ന് KCFന്റെ സീസൺ 3, അടുത്തത് 1000 Babiesന്റെ സെക്കൻഡ് സീസൺ. രണ്ടും ജിയോ ഹോട്ട്സ്റ്റാറിലാണ് വരുന്നത്. അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ റൈറ്റേഴ്സ് ആരാണെന്നൊന്നും കൺഫേം ആയിട്ടില്ല. അഹമ്മദ് കബീർ തന്നെയാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ 1000 Babies നിഷാദ് കോയർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാഹുൽ രമേശ് KCF റൈറ്റ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ഭയങ്കരമായിട്ട് ഓരോ പോസ്റ്റിന്റെ അടിയിലും പൊങ്ങി വരുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും അല്ലാണ്ട് വേറെ ഒരുപാട് മലയാളം സീരീസുകളുടെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അതെ, റിലീസ് ആവുന്നുണ്ട് 19-ാം തീയതി. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് പ്ലൂട്ടോയുടെ കാര്യം നമ്മള് അതിന്റെ അനൗൺസ്മെന്റ് വീഡിയോ കാണാത്തവര് കാണാൻ ഭയങ്കര ഫണ്ണാണ്. അൽത്താഫ് ഒരു ഏലിയനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളായിട്ട് നീരജിന്റെ വീട്ടിലേക്ക് തന്നെ വരുന്ന തരത്തിൽ കാണിച്ചു. അതെ, നമ്മള് തുടക്കത്തിൽ പറഞ്ഞ സംഗതിയാണ്. അപ്പൊ അതിന്റെ ഷൂട്ട് പാക്കപ്പ് ആയിരിക്കാണ്. അപ്പൊ ആ സിനിമയുടെ ഡയറക്ടർ ആദിത്യ ചന്ദ്രശേഖറാണ്. നിവിന്റെ മൾട്ടിവേഴ്സ് ഓഫ് മന്മഥൻ ഒരു ഏലിയനെ കൊണ്ടുവന്നിട്ട് ഇനി അടുത്ത സൂപ്പർ ഹീറോ കൊണ്ടുവരുന്ന പരിപാടി തോന്നുന്നുണ്ട്. അപ്പൊ ആ സിനിമ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജനനായകന് ഇനി ഏകദേശം ഒരു 20-something ദിവസം കൂടി ഉള്ള റിലീസിന്. അപ്പോ സിനിമയുടെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 3 hours 5 minutes ഒക്കെയാണ് വരുന്നത്. ലാസ്റ്റ് ഗോട്ടും ഇതേപോലെ തന്നെ. ഗോട്ട് മാത്രമല്ല, ലാസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ ഫിലിംസും 3 hours ആയിരുന്നു, ലിയോവും ഉൾപ്പെടെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയില് ഇത് ലാസ്റ്റ് പടമാണ്. അപ്പൊ ഫാൻസിന് വേണ്ടിട്ടൊരു ട്രീറ്റ്, ഒരു ട്രിബ്യൂട്ട് വീഡിയോ സിനിമയുടെ അവസാനം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒരു ട്രിബ്യൂട്ട് വീഡിയോ, ഒരു മാഷപ്പ് പോലെ ഒരു സാധനമാണെങ്കിൽ രസമായിരിക്കും തോന്നുന്നു. അതെ, ഞാൻ ഫാൻസിനോട് സംസാരിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഞാനും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഇമോഷണൽ സംഗതി ആയിരിക്കും. പിന്നെ സിനിമയുടെ റീ റെക്കോർഡിംഗ് വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അനിരുദ്ധനും ഒരു സ്പെഷ്യൽ സിനിമയാണല്ലോ, അപ്പൊ അത് കലക്കി കൊടുക്കണം പുള്ളിക്ക് സത്യത്തില്. അതെ, എന്തായാലും വൺ ലാസ്റ്റ് ഡാൻസ് കലക്കട്ടെ. അടുത്തത് സൂര്യ 46 സിനിമയുടെ വാർത്തകൾ നമ്മൾ എന്താ പറയുക പറഞ്ഞിരുന്നു. സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൂര്യ സിനിമയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പാച്ച് വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ
ഇനി ഷൂട്ട് ഉണ്ടാവുള്ളൂ, കാരണം സിനിമ കംപ്ലീറ്റ് ഷൂട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സമ്മർ റിലീസാണ് പ്ലാൻ ചെയ്യണത്. അടുത്തത് സൂര്യ 47, പുള്ളി നെക്സ്റ്റ് വീക്ക് ആ സിനിമയിൽ ജിത്തു മാധവൻ്റെ സിനിമയിൽ ജോയിൻ ചെയ്യും. ഇപ്പോൾ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്, 7ാമത്തെ ദിവസമൊക്കെ ആയിട്ടുണ്ട്. ഒരു 70 ദിവസത്തോളം സിനിമയുടെ ഷൂട്ട് കൊച്ചിയിലാണ് ഉണ്ടാവുക. ബാക്കിയുള്ളൊരു 30 ദിവസം ഷൂട്ട് മാത്രമേ തമിഴ്നാട്ടിൽ ഉണ്ടാവുള്ളൂ. മൊത്തം ഒരു 100 ദിവസത്തെ ഷൂട്ട് തന്നെ ഉള്ളൂ. പടത്തിന് ബഡ്ജറ്റൊക്കെ വളരെ കുറവാണ്, 25 CR അടുത്ത ബഡ്ജറ്റേ ഉള്ളൂ. അപ്പോൾ പിന്നെ അടുത്ത കൊല്ലം ദീപാവലി റിലീസിന് പ്ലാൻ ചെയ്യണം. അതെ, ഒരു തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. ഇത്ര കുറവാണ്, കാരണം എത്ര ഡേറ്റിൽ എടുക്കുന്ന സിനിമ. അതെ, അപ്പോൾ സിനിമ എന്തായാലും അടുത്ത വർഷം ദീപാവലിക്ക് പ്ലാൻ ചെയ്യണത്. കാരണം പുള്ളി ഓൾറെഡി സിനിമയുടെ 3 റൈറ്റ്സ് സോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ദീപാവലി റിലീസിന് ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് കോസ്മിക് സാംസൺ. കോസ്മിക് സാംസൺ ഇപ്പോൾ നമ്മുടെ സന്ദീപ് പ്രദീപിന്റെ നെക്സ്റ്റ് ഫിലിം അഭിജിത്ത് ജോസഫ് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അതൊരു സൂപ്പർ ഹീറോ സിനിമയാണ് എന്നുള്ളത് ഏകദേശം ഉറപ്പായി. അപ്പോൾ സന്ദീപ് അടുത്തൊരു ബൈറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ കുട്ടി ഫാൻസിനുള്ള സിനിമയാണ്. അപ്പോൾ മുമ്പിൽ പിന്നെ ആരാധകരെ പിടിച്ചിരിക്കുന്നു. അതെ, അപ്പോൾ അത് ഒരു വ്യത്യസ്ത അനുഭവം ആയിരിക്കും ആ സിനിമ. ഇനി അടുത്തത് സർവമ്മായുടെ സെൻസർ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ക്ലീൻ യു ആണ് കൊടുത്തിരിക്കുന്നത്. ഞാനത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അന്തംവിട്ടു. കാരണം ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഞാൻ അങ്ങനെ ക്ലീൻ യു കണ്ടിട്ടില്ല. ഒരു സത്യനന്ദിക്കാൾ പുറപ്പെടാം. അത്രയ്ക്കും ഫാമിലീസും എന്താ പറയാ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് വെക്കേഷൻ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ. സത്യത്തിൽ ആ സിനിമക്ക് പൊട്ട് ഹൈപ്പിലേക്ക് കാണുമ്പോൾ ഒരു സങ്കടം ഉണ്ട്. പലർക്കും അങ്ങനത്തെ സിനിമ വരെ അറിയുന്നില്ല. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ഇനി എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്ക് ഒരു ട്രെയിലറും കൂടി വരാം. അതെ, ഉണ്ട് വരാൻ. ഇപ്പൊ വന്നത് ഒന്നുമില്ല. അതൊന്ന് കഴിയുമ്പോ, കാരണം പ്രോപ്പർ റിലീസ് ടൈമാണ്, വെക്കേഷൻ, പിള്ളേർ വരുന്ന സമയമാണ്. നല്ല രീതി വന്നാൽ നമുക്ക് 2 ആഴ്ചകളായിട്ട് 2 കംബാക്ക്. കോംബോ അയ്യോ അത് കലക്കട്ടെ. കാരണം ഓരോ പോസ്റ്റർ കാണുമ്പോഴും നമുക്ക് നല്ല രസമുണ്ടല്ലോ കാണാൻ, അങ്ങനെ കൊതി തോന്നുന്ന സത്യത്തില്. അതെ, അഖിൽ സത്യങ്ങൾ റൈറ്റിംഗ്സ് തന്നെ സിനിമ എഴുതുമ്പോ അങ്ങനെ എഴുതി കാണിക്കണം. അടുത്തത് LJP പടം. LJP നെക്സ്റ്റ് ഫിലിമിൽ നായകൻ ഇന്ദ്രിത് സുകുമാരനാണെന്നുള്ള കാര്യം LJP കൺഫേം ആക്കിയിട്ടുണ്ട്. കാരണം LJP നായകനാണ് ശരി, ഡബിൾ ബാരനാണ് ശരി, LJP സത്യം പറഞ്ഞാൽ അതെ ഇത് എല്ലാത്തിലും നല്ല രസമായിട്ട് തന്നെ ഇന്ദ്രിയത്തിനെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ കോമഡിയുടെ കാര്യം പറയുമ്പോൾ ഇന്ദ്രിയത്തിനെ അങ്ങനെ കണ്ടിട്ടൊക്കെ കുറെ ആയി സത്യത്തില്. ഡബിൾ ബാരല് കുറെ പേർക്ക് സിനിമ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമയാണ്. അപ്പൊ അവര് തമ്മിൽ വീണ്ടും ഒന്നിക്കാൻ പറയുമ്പോൾ നല്ലൊരു സിനിമ, ഭയങ്കര സീരിയസ് അല്ലാത്തൊരു സിനിമ കിട്ടിയപ്പോൾ അവര് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ സിനിമയെ നന്നായി സഹായിക്കുന്നു നമുക്ക് വിചാരിക്കും. അതെ, എനിക്ക് ആക്ച്വലി ആമൈൻ പോലൊക്കെ ഒരു നല്ലൊരു ഫീൽ ഗുഡ് LJP അങ്ങനത്തെ സിനിമ എടുത്തിട്ട് കുറെ ആയല്ലോ. നമ്മുടെ ഈ മയ്യാവിന് ശേഷം ഫുൾ സീരിയസ് ഫിലിംസ് ആണല്ലോ. അതുപോലെ തന്നെ ഇന്ദ്രിയത്തിന്റെ ബർത്ത്ഡേ ആയിട്ട് പുള്ളിയുടെ ഒറ്റക്കൊമ്പനിലെ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു മാസ് റോളാണെന്ന് മൂപ്പരെന്നെ പുള്ളിനെ പറഞ്ഞിട്ട് പുള്ളി ഏറ്റവും കൂടുതൽ ഫൈറ്റ് കഷ്ടപ്പെട്ടിട്ട് സിനിമ ഇതാണെന്നുള്ള ഓപ്പോസിറ്റ് ഉള്ളത് SG ആണ് വരുന്നത്. അപ്പൊ എല്ലാരും അതെ, അപ്പൊ അതെന്തായാലും ഒരു ഗംഭീരായിരിക്കട്ടെ. അപ്പൊ അടുത്തത് വാവാദ്യാര് റിലീസ് ഡിസംബർ അത് ഡിസംബർ 5-ാം തീയതി. ഡിസംബർ 5-ാം തീയതി എന്നല്ല, അത് ഓരോ ഡേറ്റ് അവരിങ്ങനെ പറയുന്നുണ്ട്, ഓരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. 12 പോയ കാര്യം തിയേറ്റേഴ്സാരും കൂടി ഇറങ്ങിയിട്ടില്ല. അത് ഇനി ഡിസംബർ 25-ാം തീയതിക്കാണ് അവര് പ്ലാൻ ചെയ്യണത്. അതെ, ഇനി ഇവിടെ അതെ. പക്ഷെ എന്താ ഇഷ്യൂ വെച്ച് കഴിഞ്ഞാല് ആ ഡേറ്റിന് റിലീസ് ആയിരുന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിന്റെ ആ ഒരു കരാർ അവർ റദ്ദ് ചെയ്യും. അപ്പൊ ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ബുദ്ധിമുട്ടാവും പിന്നെ റിലീസ് ആവാനുള്ളത്. അതുപോലെ തന്നെ LIK ഡിസംബർ 18-ാം തീയതി റിലീസ് ആവേണ്ടതായിരുന്നു, അതും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരിയിലേക്ക്. സത്യത്തില് വിഘ്നേഷിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആ സിനിമ ഇറങ്ങാന്ന് പറയണത് അവര് ലളിതനായിട്ടുള്ള ഇഷ്യൂ ആണ്. അതെ, പ്രദീപിന്റെ നെക്സ്റ്റ് ഡയറക്ടർ സിനിമയ്ക്ക് കടന്നു കഴിഞ്ഞു. അതെ, ഇനി ഒരു അപ്ഡേറ്റും കൂടി പറയാനുള്ളത് നമ്മൾ അനുരാഗ് കശ്യപിന്റെ മലയാളം ഫിലിം. അത് അനുരാഗ് കശ്യപ് ഇപ്പൊ സൗത്തിലേക്ക് മാറണം, ഞാൻ ഇവിടെ വന്ന് ചെയ്യണം എന്നൊക്കെ കുറെ ആഗ്രഹം പറയണത്. അപ്പൊ അദ്ദേഹം ഒരു മലയാള സിനിമയുടെ ചർച്ചയിലേക്ക് നടക്കുകയാണ്. സിനിമയിൽ ആസിഫ് അലിയാണ് നായകൻ. അപ്പോ 2 പവർ ഹൗസ് ആൾക്കാരാണ്. അപ്പൊ ആ സിനിമ അങ്ങനെ ഒരു പ്രൊജക്ട് വരികയാണെങ്കിൽ അത് കലക്കനായിരിക്കും.